നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00-ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. നിഫ്റ്റി 23,100 എത്തിയതിന് ശേഷം റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ടുള്ള ഒരു ചിന്ത ഉടലെടുത്തിരിക്കാം. കാരണം ഇന്നലെ FISൻ്റെ ഭാഗത്ത് നിന്ന് നെറ്റ് ബൈ ആയിരുന്നു. 65 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ ബൈ ആണ് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 3,200 കോടി രൂപയുടെ ഹെവി ആയിട്ടാണ് ബൈ നടത്തിയത്. അപ്പോൾ ഇരു വിഭാഗവും ബൈ നടത്തിയപ്പോൾ സ്വാഭാവികമായും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്ത് ആയിരുന്നു. അപ്പോൾ റീറ്റെയിലേഴ്സ് ഈ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നതിൽ യാതൊരു വിരോധവും അല്ലെങ്കിൽ യാതൊരു ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. കാരണം വിക്സ് ഇന്നലെ തന്നെ ഏകദേശം ഒരു 4% സ്പൈക്ക് ചെയ്ത് 24 എന്ന നിലയിൽ നിൽക്കുകയാണ്. റിസൾട്ട് വരാനായിട്ട് ഏതാനും ദിവസങ്ങളാണ് ഉള്ളത്. നിഫ്റ്റി ഓൾറെഡി തന്നെ ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ റീറ്റെയിലേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത്. എന്നാൽ പ്രമുഖരായിട്ടുള്ള എല്ലാ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളും പറയുന്നത് BJP തന്നെ അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ്. പല അനലിസ്റ്റുകളെല്ലാം തന്നെ നിഫ്റ്റി അടുത്ത ഒരു 18 മാസം കൊണ്ട് 26,000 വരെ എല്ലാം തന്നെ ക്രോസ് ചെയ്യുമെന്നും കൂടി അവരുടെ അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാലും കൂടിയും ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ഇന്നാണ്. മന്ത്ലി എക്സ്പയറി വ്യാഴാഴ്ച ഉള്ളത് ബുധനാഴ്ചയിലേക്ക് മാറ്റി വിവരം എല്ലാ ആളുകൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. നിഫ്റ്റിയുടെ മാത്രമല്ല എല്ലാ സ്റ്റോക്കുകളുടെയും മന്ത്ലി എക്സ്പയറിയാണ്. സ്വാഭാവികമായ രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ടാകും. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ICICI ബാങ്ക് ഉൾപ്പെടെയുള്ള കുറച്ച് ബാങ്കുകൾക്ക് RBIയുടെ ഭാഗത്തു നിന്ന് പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇന്ന് കൺസിഡർ ചെയ്യപ്പെടും. ഇനിയിപ്പോൾ ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റ്, ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. US മാർക്കറ്റ് മിക്സഡ് ആയിരുന്നു. NVIDIയയുടെ റാലി കൊണ്ട് നാസ്ഡാക്ക് റാലി രേഖപ്പെടുത്തിയപ്പോൾ ഡോ ഫോൾ ആയിട്ടുണ്ട്. ഇന്നലെ അവിടുത്തെ US നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വന്നിരുന്നു. അത് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ എന്നാൽ നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി നമ്മളെ ഇന്നലത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം 50-ലേറെ പോയിന്റ് ഇടിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ഒരു വൺ ലൈനിൽ നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. സ്പോട്ട് ഉള്ളത് 49,146 എന്ന നിലയിലാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 49,000 ആണ്. 48,500 അടുത്ത സപ്പോർട്ട് സോൺ ഉണ്ട്. പക്ഷേ PCR ഏറ്റവും ടോപ്പിൽ കാണാം 0.80 എന്ന നിലയിലാണ്. 49,500 50,000 50,000-നും 49,500-നും ഇടയിലുള്ള മറ്റ് കോൺട്രാക്റ്റുകൾ എല്ലാം തന്നെ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ചിന്തകൾക്ക് അനുകൂലമായി തന്നെ രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മാർക്കറ്റ് കാരണം ഗ്യാപ് ഡൗണിലാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 68,514, ഗോൾഡ് 3 ദിവസം റാലി രേഖപ്പെടുത്തി $22,357 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ $84 പെർ ബാരൽ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഓസ്ട്രേലിയ റെഡിലാണ്, ചൈന റെഡിലാണ്, കോസ്പി കൊറിയ റെഡിലാണ്, നെക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതാണ്, 68 പോയിന്റ് മൈനസ് ആണ്. അതിന് താഴെയുള്ള ഇന്ത്യ വിക്സ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് റെഡിലടച്ചു. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് റെഡിലടച്ചു. FTSE UK മാർക്കറ്റ് റെഡിലടച്ചു. ഡോ ജോൺസ് ഇന്നലെ ക്ലോസ് ആയ ഡോ ജോൺസ് 200 പോയിന്റ് ഫോള്. നാസ്ഡാക്ക് ഇന്നലെ ക്ലോസ് ആയ നാസ്ഡാക്ക് 100 പോയിന്റ് അപ്പ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെ ഇൻഫോസിസ്, വിപ്രോ, ICICI ബാങ്ക്, HDFCയിലെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. ഈവൻ GDRൽ ലിസ്റ്റ് ചെയ്ത റിലയൻസും 2% ഫോളാണ് കണ്ടത്. ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 22,935 ഇന്നലത്തെ ക്ലോസിങ്. 3:30 ഉണ്ടായത്. 3:30 ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ശക്തമായിട്ട് ഫോൾ രേഖപ്പെടുത്തി. അവസാന സമയത്ത് കുറച്ചെങ്കിലും റിക്കവറി രേഖപ്പെടുത്തി -60 എന്ന നിലയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ നിൽപ്പ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സമയം ഇനിയും ഉണ്ട്, മാറ്റങ്ങൾ വന്നേക്കാം. എനിവേ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ലൈറ്റ്ലി ഒരു ഗ്യാപ് ഡൗൺ എന്ന നിലയിലാണ്. ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ആദ്യം ആദിത്യ ബിർള ഫാഷൻ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ വാർത്തയാണ്. ഇവർ ലോസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 266 കോടി രൂപ. കഴിഞ്ഞ തവണ 194 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ ലോസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം ആദിത്യ ബിർള കമ്പനിയുടെ റവന്യൂ
അപ്പായിട്ടുണ്ട്. കൂടാതെ തന്നെ TCNC എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് മാനുഫാക്ചറിങ് കമ്പനീനെ ആദിത്യ ബിർള അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ലോസ് വർദ്ധിക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. IRCTC മൊണോപ്പൊളി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. കാരണം പല സമയങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ റെയിൽവേയിൽ വെള്ളം, ഫുഡ് ഇവ സപ്ലൈ ചെയ്യാനായിട്ട് വേറെ ഒരു കമ്പനിയും ഇല്ല, IRCTC മാത്രമാണുള്ളത്. നെറ്റ് പ്രോഫിറ്റ് 2% ഉയർന്ന് 284 കോടി രൂപ. റവന്യൂ 19% ഉയർന്നു. കാറ്ററിംഗ് ബിസിനസ് 34% ഉയർന്നു. റെയിൽ നീർ എന്ന് പറയുന്ന ഒരു മിനറൽ വാട്ടറിൻ്റെ ബിസിനസ് 14% ഉയർന്നു. ഇൻ്റർനെറ്റ് ടിക്കറ്റിംഗ് റവന്യൂ 16% ഉയർന്നു. ഇത് മാത്രമല്ല, ഇവർക്ക് ഇന്ത്യയിലുടനീളം ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ടൂറിസ്റ്റ് ട്രെയിനുണ്ട്. ITC ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട്. പല ബിസിനസ്സും ഉണ്ട്. അമരരാജ ബാറ്ററി ഈ അമരരാജ ബാറ്ററി നമുക്കറിയാം, തെലങ്കാനയിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരുപാട് തവണ ക്ലോഷർ നോട്ടീസ് കൊടുത്ത് വലിയ ഒരു 600 റേഞ്ച് വരെ പോയ അമരരാജ ബാറ്ററി പിന്നീടാണ് ഇവരുടെ ലിഥിയം ബാറ്ററി മാനുഫാക്ചറിങ് ബിസിനസ്സിലേക്ക് കടന്നത്. ഇപ്പോൾ ഈ തവണ നെറ്റ് പ്രോഫിറ്റ് 61% ഉയർന്നു. റവന്യൂ 19% ഉയർന്നു. NBCC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നിട്ടുണ്ട്. റവന്യൂ 43% ഉയർന്നിട്ടുണ്ട്. RR കേബിൾ എന്ന് പറഞ്ഞൊരു കമ്പനി, ഇതിൻ്റെ സ്പെല്ലിങ് KABE എന്നാണ്. പക്ഷേ കമ്പനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ കേബിളാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്നു. റവന്യൂ 15% ഉയർന്നിട്ടുണ്ട്. വോക്ഹാർഡ് കമ്പനി ഒരു ഫാർമ കമ്പനിയാണ്. നെറ്റ് ലോസ് 237 കോടി രൂപയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത്. ലോസ് കുറച്ചു, 177 കോടി രൂപ. ഈ തവണ ലോസാണ്, പക്ഷേ ലോസ് 177ലേക്ക് കുറച്ചിട്ടുണ്ട്. റവന്യൂ 3% അപ്പായിട്ടുണ്ട്. ഗ്രാസിമിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, പല കമ്പനീസിൻ്റെയും എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് പ്രൈസ് കൂടിയപ്പോൾ വിറ്റ് ഒഴിവാക്കുന്ന പ്രവണത കാണുമ്പോൾ ഗ്രാസിമിൻ്റെ ഇവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് 19 നിന്ന് 23ലേക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. PNB ഹൗസിംഗ് കമ്പനി മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള ഏഷ്യ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് PNBയുടെ ഏകദേശം ഒരു 3% സ്റ്റേക്ക്, അവരുടെ നിക്ഷേപം വിൽക്കുകയാണ്. വിൽക്കുന്നത് നിലവിൽ ട്രേഡ് ചെയ്യുന്ന PNBയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നിന്ന് താഴ്ന്ന നിലയിലാണ് വിൽക്കുന്നത്. ഇന്നലെ ഇനോക്സ് വിൻഡ് ഫോൾ ആയത് ഇതേ കാരണം കൊണ്ടാണ്. പക്ഷേ ഫോൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫോൾ ആയത് ഇതേ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ PNB ഹൗസിംഗ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ICICI ബാങ്ക് RBI ICICI ബാങ്കിന് 1 കോടി രൂപ RBIയുടെ പല റെഗുലേറ്ററി നോംസ് പാലിക്കാത്തത് കൊണ്ട് പെനാൽറ്റി ചുമത്തി. യെസ് ബാങ്കിനും 91 ലക്ഷം പെനാൽറ്റി ചുമത്തിയിട്ടുണ്ട് ഇതേ കാരണം കൊണ്ട്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ്. അവർ 69 കോടി രൂപയിൽ നിന്ന് 200 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി 7 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു. സീമക് കമ്പനി 87 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ 51 കോടി രൂപ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. റിലയൻസും റഷ്യയിലെ ഒരു പ്രമുഖ ഈ ക്രൂഡ് വിൽപ്പന നടത്തുന്ന ബെർസോഫ്റ്റ് കമ്പനിയായിട്ട് റിലയൻസ് അവരുടെ ഭാഗത്തു നിന്ന് ക്രൂഡ് വാങ്ങാനായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായ രീതിയിൽ റഷ്യ ഇന്ത്യക്ക് അല്ലെങ്കിൽ റിലയൻസിന് വില കുറഞ്ഞ രീതിയിലാണ് ക്രൂഡ് കൊടുക്കുന്നത്. സാർലക്ക് എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ 8 കോടി രൂപയിൽ നിന്ന് 12 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സൽസാർ ഇലക്ട്രോണിക് കമ്പനിയാണത്. MMTC കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 69 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ലിൻഡ ഇന്ത്യ കമ്പനി 99 കോടി രൂപയിൽ നിന്ന് 105 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 12 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനികളുടെ ഡിവിഡൻഡ് അല്ലെങ്കിൽ കമ്പനികളുടെ ഇനിയും ഒരുപാട് ഈ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അതുപോലെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്ക്, ഇന്നത്തെ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ IPO, അങ്ങനെ ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്താൽ തീരാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് ബിസ്മേറ്റ് ട്രേഡിംഗ് എന്നാണ്. അതിൽ തന്നെ ഒരുപാട് ടാബുകളുണ്ടല്ലോ. അതിൽ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിലാണ് ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ട്രേഡ് ബഡിയുടെ ഡയറക്റ്റ് ആക്സസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിപണി ദിനം ആശംസിക്കുന്നു. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.